ദിനംപ്രതി ഒട്ടനവധി തട്ടിപ്പു കേസുകളാണ് പുറത്തുവരുന്നത്. തട്ടിപ്പിന്റെ വലയിൽപ്പെട്ടു പോകുന്നവരും നിരവധിയാണ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ റിക്രൂട്ട്മെന്റ് കമ്പനിയുടെ ഉടമകളായ അമ്മയും മകനും പോലീസ് പിടിയിൽ. മാതൃഭൂമി വാർത്തയ്ക്ക് പിന്നാലെയാണ് അറസ്റ്റ്. തിരുവനന്തപുരം ശാസ്തമംഗലം കേന്ദ്രീകരിച്ച് സംസ്ഥാന വ്യാപക വിസ തട്ടിപ്പ് നടക്കുന്നു എന്ന വാർത്ത അറിഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി സംഘം ഇത്തരത്തിൽ ശാസ്തമംഗലത്ത് ഇവരുടെ ഡോൾസി ജോസഫൈൻ സജു സൈമൺ അതുപോലെ തന്നെ മകൻ രോഹിത് സൈമൺ നടത്തുന്ന കമ്പനിക്ക് മുൻപിലെത്തുന്നത്. 19-ാം തീയതിയാണ് എത്തുന്നത്. ഈ സമയത്ത് തന്നെ അവിടെ വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു. 40-ലധികം വരുന്ന വിസ തട്ടിപ്പിന് ഇരയായവർ അവിടെ ഒത്തുകൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 40-ലധികം പരാതികൾ ഇവർ തന്നെ പല സ്റ്റേഷനിലായി കൊടുത്തതിന്റെ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിക്കുകയും അതേ തുടർന്ന് കൂടുതൽ പരിശോധന നമ്മൾ നടത്തുകയും ചെയ്തു. അതിലാണ് ഇത്തരത്തിൽ മുൻപ് ഇവരൊരു സൈറ്റ് പ്രവർത്തിച്ചിരുന്നു. ബ്രൂക്ക്പോർട്ട് ഗ്ലോബൽ എന്ന പേരിലായിരുന്നു ഈ സൈറ്റ് ഉണ്ടായിരുന്നത്. ഈ സൈറ്റ് ഗൂഗിൾ ആഡ് വഴി സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു യുവാക്കളെ കബളിപ്പിച്ചത്. ഇത്തരത്തിൽ UK, കാനഡ, മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ കയറ്റിവിടാം എന്നുള്ള പേരിൽ ഇത്തരത്തിൽ പരസ്യങ്ങൾ നൽകി പലയിടങ്ങളിൽ നിന്ന് സംസ്ഥാന വ്യാപകമായി 5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഇവർ തട്ടിച്ചു എന്നുള്ള വാർത്തയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ വീട് പണയപ്പെടുത്തി ഇത്രയും രൂപ കൊടുക്കാൻ പാടില്ല, ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മോള് കേൾക്കാതെ ആൻറ്റി നല്ല വിശ്വാസമാണ്, ഒരു കുഴപ്പമില്ല, എല്ലാവരും കൊടുത്തേക്കിനി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 7 മാസം കൊണ്ട് ഈ വീട്ടിന് ലോൺ അടയ്ക്കുന്നില്ല. എങ്ങനെയും ക്യാഷ് കിട്ടിയാൽ മതിയായിരുന്നു. ഞാനാണെങ്കിൽ വീട് ലോണും എല്ലാം എടുത്തിട്ടാണ് ഇത് കൊടുത്തായിരുന്നത്. ജനുവരി ഫെബ്രുവരിയോടുകൂടി എനിക്ക് പോകാൻ പറ്റുമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഷോപ്പും എല്ലാം കൊടുത്തായിരുന്നുണ്ട്. ഇപ്പം വല്ലാത്ത ബുദ്ധിമുട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ ശാസ്തമംഗലത്തെ കൽപ്പദ്രുമം എന്ന് പറയുന്ന ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചു പോന്നിരുന്നത്. ഈ ബിൽഡിങ്ങിന്റെ ഉടമയുമായി സംസാരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞത് ഇത്തരത്തിൽ അവിടെ പ്രവർത്തിക്കാൻ ഇവർക്ക് മുറി വാടകയ്ക്ക് വിട്ടു നൽകിയത് സ്പൈസ് എക്സ്പോർട്ട് എന്നുള്ള പേരിലാണ്. സുഗന്ധവ്യഞ്ജനം കയറ്റുമതിക്ക് വേണ്ടിയാണ് അവർ ആ ഓഫീസ് തുടങ്ങുന്നത്. പിന്നീട് ഉടമ പോലും അറിയാതെയാണ് ഇവർ ബ്രൂക്ക്പോർട്ട് ഗ്ലോബൽ എന്നുള്ള പേരിൽ തന്നെ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വന്നിരുന്നത്. പിന്നീട് നിരന്തരമായി പല യുവാക്കൾ ഇത്തരത്തിൽ പരാതിയുമായി വരുന്നതിന്റെ സാഹചര്യത്തിൽ ഇവരോട് ഈ ഇവിടം വിട്ടുപോകാൻ ഉടമ അറിയിച്ചതുമാണ്. ഇതേ തുടർന്നാണ് ഈ ഡോൾസി ജോസഫൈൻ സജുവും മകൻ രോഹിത് സജുവും ബ്രൂക്ക്പോർട്ടിന്റെ ഓഫീസിലെത്തി സാധനങ്ങൾ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്നാണ് പോലീസ് ഇത് അറിയുകയും ഇവരെ സിനിമാ സ്റ്റൈലിൽ തന്നെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇവർ സാധനം എടുത്ത് ഇറങ്ങുന്ന സമയത്ത് പോലീസ് സംഘം ഉണ്ടായിരുന്നു. പോലീസ് സംഘത്തെ കണ്ട് കുതിറി ഓടിയ ഇവരെ പൈപ്പിൻമൂട് ജംഗ്ഷനിലെത്തി പോലീസ് വണ്ടി ചേസ് ചെയ്താണ് പിടിക്കുകയുണ്ടായത്. നമ്മളോ പറ്റിക്കപ്പെട്ടു, ഇനി ആരും ഇതിൽ പറ്റിക്കപ്പെടരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ പൈസ കിട്ടൂലേ എന്നുള്ള കാര്യം പോലും ഇതുവരെയായിട്ട് അറിയത്തില്ല. പക്ഷേ അവർ അറസ്റ്റ് ചെയ്തതിൽ വളരെ സന്തോഷം. ഇനിയും അവർ മുന്നോട്ട് ആരെയും പറ്റിക്കരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരാതിയുമായി വരുന്ന ആളുകൾക്കെതിരെ വനിതാ കമ്മീഷനിൽ പരാതി നൽകുക, ഒപ്പം തന്നെ മറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക, വക്കീൽ നോട്ടീസ് അയക്കുക തുടങ്ങിയ രീതിയിലും ഇവർ ഭീഷണിപ്പെടുത്തിയതായി നമുക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ചെക്ക് തട്ടിപ്പ് കൂടെ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും പരാതിയുമായി എത്തുന്നവർ തങ്ങൾക്ക് പൈസ തിരിച്ചു വേണമെന്ന് പറയുന്ന യുവാക്കൾക്ക് ചെക്ക് നൽകുകയും പിന്നീട് തന്റെ കയ്യിൽ നിന്ന് ചെക്ക് നഷ്ടപ്പെട്ടു എന്ന് ബാങ്കിനെ വിളിച്ചറിയിക്കുകയും ചെയ്തും യുവാക്കളെ കുടുക്കിയിട്ടുള്ളതായിട്ടും നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ മ്യൂസിയം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും.